9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ 3ാം യൂണിറ്റിലെ 3ാം ലെസനായ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ് ഈസ് എ ഫാക്ട് എന്ന ലെസന്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. About the author, Leonardo William DiCaprio, born on November 11th, 1974, is an American actor, producer, the founder of Leonardo DiCaprio Foundation. 1974 നവംബർ 11 ജനിച്ച ലിയനാർഡോ വില്യം ഡികാപ്രിയോ എന്ന് പറയുന്നത് അമേരിക്കക്കാരനായിട്ടുള്ള ഒരു അഭിനേതാവും ഒരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. The founder of Leonardo DiCaprio Foundation. ലിയനാർഡോ ഡികാപ്രിയോ ഫൗണ്ടേഷന്റെ സ്ഥാപകനും ആൻഡ് എ UN മെസഞ്ചർ ഓഫ് പീസ്, യുഎന്നിന്റെ സമാധാന സന്ദേശകനും കൂടിയാണ് ലിയനാർഡോ ഡികാപ്രിയോ, വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു സമാധാനത്തിന്റെ മെസഞ്ചർ കൂടിയാണ് ലിയനാർഡോ ഡികാപ്രിയോ. ഹി ഗെയിൻ പബ്ലിക് റെക്കഗ്നീഷൻ വിത്ത് ലീഡിംഗ് റോൾസ് ഇൻ ഡ്രാമ ആൻഡ് ഫിലിംസ്. അദ്ദേഹം സിനിമകളിലും നാടകങ്ങളിലും അഭിനയിച്ചിട്ടാണ് അദ്ദേഹത്തിന് പൊതുജന ശ്രദ്ധ കിട്ടിയത്. ബിഫോർ അച്ചീവിംഗ് ഇന്റർനാഷണൽ ഫെയിം വിത്ത് ജെയിംസ് കാമറൂൺസ് എപ്പിക് റൊമാൻസ് ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന ജെയിംസ് കാമറൂണിന്റെ റൊമാന്റിക് സിനിമ ഇന്റർനാഷണൽ ഫെയിംസ്, അന്താരാഷ്ട്ര പ്രശസ്തി അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഡ്രാമകളിലും സിനിമകളിലും അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതായത് പൊതുജന ശ്രദ്ധ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ടൈറ്റാനിക് അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ഫെയിം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് വളർന്നു. ഹി ഈസ് ഓൾസോ എ കമ്മിറ്റഡ് എൻവയോൺമെന്റലിസ്റ്റ്. അദ്ദേഹം വളരെയധികം സമർപ്പണമുള്ള ഒരു എൻവയോൺമെന്റലിസ്റ്റ് കൂടിയാണ്, ഒരു പരിസ്ഥിതിവാദി കൂടിയാണ് ലിയനാർഡോ ഡികാപ്രിയോ. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് എ ഹിസ്റ്റീരിയ, ഇറ്റ് ഈസ് എ ഫാക്ട്. ഇത് വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ സിനിമാ അഭിനേതാവും നിർമ്മാതാവുമായിട്ടുള്ള ലിയനാർഡോ ഡികാപ്രിയോ UNOയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഉച്ചകോടിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ രൂപമാണ്. ലിയനാർഡോ ഡികാപ്രിയോ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആക്ടറും അതേപോലെ തന്നെ ഒരു എൻവയോൺമെന്റലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം UNOയിൽ നടത്തിയ ഒരു സ്പീച്ചിന്റെ രൂപമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇവിടെ ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത് തികച്ചും ഔപചാരികതകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമൽ സ്പീച്ചിന്റെ അതേ മോഡലാണ് ഇവിടെ പരാമർശിക്കുന്നത്. താങ്ക് യു മിസ്റ്റർ സെക്രട്ടറി ജനറൽ, യോർ എക്സലൻസീസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗെറ്റ്സ്. ഇപ്പൊ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുമ്പോൾ തന്നെ അവിടേക്ക് ക്ഷണിച്ച അവിടെയുള്ള ഗ്യാതറിംഗ്സിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യാണ്. മിസ്റ്റർ സെക്രട്ടറി ജനറൽ, യോർ എക്സലൻസീസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സെക്രട്ടറി ജനറലെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സഹോദരി സഹോദരങ്ങളെ, ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. ഡിസ്റ്റിംഗ്വിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേറ്റഡ്, ബഹുമാന്യരായ അതിഥികളെ. ഐ ആം ഓണേർഡ് ടു ബി ഹിയർ ടുഡേ. എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞത് ഒരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇവിടെ ഓണേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം എന്നാണ് അർത്ഥം. ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആസ് ആൻ എക്സ്പേർട്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല, അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് എല്ലാവിധ കാര്യങ്ങളും അറിയുന്ന ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ബട്ട് ആസ് എ കൺസേൺഡ് സിറ്റിസൺ. ഞാനിവിടെ ഒരു ഉത്കണ്ഠയുള്ള, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് വളരെയധികം ഉത്കണ്ഠാകുലനായിട്ടുള്ള ഒരു പൗരനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വൺ ഓഫ് ദ 4 lakh പീപ്പിൾ ഹു മാർച്ച്ഡ് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ന്യൂയോർക്ക് ഓൺ സൺഡേ. ഞായറാഴ്ച ന്യൂയോർക്കിന്റെ സ്ട്രീറ്റിലൂടെ പ്രതിഷേധ പ്രകടനം നടത്തിയ 4 ലക്ഷത്തോളം പ്രതിഷേധക്കാരിൽ ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് ന്യൂയോർക്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ, കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്കിന്റെ തെരുവിലൂടെ 4 ലക്ഷത്തോളം ആളുകൾ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരാളായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാനൊരു എക്സ്പേർട്ട് ആയിട്ടല്ല. ആൻഡ് ദ ബില്യൺസ് ഓഫ് അതേഴ്സ് അറൌണ്ട് ദ വേൾഡ് ഹു വാണ്ട് ടു സോൾവ് അവർ ക്ലൈമറ്റ് ക്രൈസിസ്. ലോകത്തിന്റെ പല ഭാഗത്തിലുള്ള കോടിക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവർക്കൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു പരിഹാരം ആവശ്യമുള്ള കോടിക്കണക്കിനായിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളിൽ ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ
നിൽക്കുന്നത്. ഇവിടെ ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 crore, ഇവിടെ ബില്യൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ. അപ്പോ ലോകത്തുള്ള പല ഭാഗത്തുള്ള ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പ്രതിഷേധിക്കുന്ന, ക്ലൈമറ്റ് ചേഞ്ചിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുന്ന കോടിക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആസ് ആൻ ആക്ടർ ഐ പ്രിറ്റൻഡ് ഫോർ ലിവിംഗ്. ഒരു അഭിനേതാവ് എന്ന നിലക്ക് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. ഇവിടെ പ്രിറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് എന്നാണ് അർത്ഥം. ഐ പ്ലേ ഫിക്ടീഷ്യസ് ക്യാരക്ടേഴ്സ്. ഫിക്ടീഷ്യസ് മീൻസ് ഇമേജിനറി, ഇൻവെന്റഡ്, അതായത് സാങ്കല്പികമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഞാൻ എന്ത് ചെയ്യാറുള്ളത്, സിനിമയിൽ അഭിനയിക്കാറുള്ളത്. ഓഫൺ സോൾവിംഗ് ഫിക്ടീഷ്യസ് പ്രോബ്ലംസ്, അതായത് സിനിമയിലുള്ള ആ സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങൾ കുറെ അധികം സാങ്കല്പികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താറുണ്ട്. അതായത് തികച്ചും സാങ്കല്പികമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് സിനിമയിൽ ഞാൻ അഭിനയിക്കാറുള്ളത്. അതുപോലെ തന്നെ അതിലുള്ള കുറെ അധികം സാങ്കല്പികമായിട്ടുള്ള കുറെ അധികം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താറുണ്ട്. I believe mankind has looked at climate change in that same way as if it were in a fiction. ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യർ, അതായത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ക്ലൈമറ്റ് ചേഞ്ചിനെ, കാലാവസ്ഥാ വ്യതിയാനത്തെ നോക്കിക്കാണുന്നത് ഇൻ ദാറ്റ് സെയിം വേ ആസ് ഇഫ് ഇറ്റ് വർ എ ഫിക്ഷൻ. ഒരു കെട്ടുകഥ എന്ന് പോലെയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ, കാലാവസ്ഥാ വ്യതിയാനത്തിനെ ലോകത്തുള്ള മിക്ക ആളുകളും നോക്കിക്കാണുന്നത്. അതായത് ഇത് ഇവിടെയൊന്നും സംഭവിക്കുന്നതല്ല, ഇതേതോ ഒരു കെട്ടുകഥ പോലെയാണ് എന്ത് ചെയ്യുന്നത്, കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളതിനെ നോക്കിക്കാണുന്നത്. ഹാപ്പനിങ് ടു സംവൺ എൽസ് പ്ലാനറ്റ്. വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ, നമ്മുടെ ഭൂമിയിലല്ല, വേറെ എവിടെയോ സംഭവിക്കുന്നതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന നിലയിലാണ് ആളുകളൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ആസ് ഇഫ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് ഇൻ റിയൽ. ക്ലൈമറ്റ് ചേഞ്ച് യാഥാർത്ഥ്യമല്ല എന്ന് അഭിനയിക്കുകയാണ് എന്ത് ചെയ്യുന്നത്. വുഡ് സം വാവ് മേക്ക് ഇറ്റ് ഗോ എവേ. ഇത് എങ്ങനെയെങ്കിലും ഇത് തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവും, ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ആളുകൾ ക്ലൈമറ്റ് ചേഞ്ചിനെ നോക്കിക്കാണുന്നത്. ബട്ട് ഐ തിങ്ക് വി നോ ബെറ്റർ ദാൻ ദാറ്റ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു നമുക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം. എവ്രി വീക്ക് വി ആർ സീയിങ് ന്യൂ ആൻഡ് അൺഡിനേബിൾ ക്ലൈമറ്റ് ഈവന്റ്സ്. ഓരോ ആഴ്ചയും നമുക്ക് നിഷേധിക്കാനാവാത്ത ക്ലൈമറ്റ് ഈവന്റ്സുകൾ കാണാൻ കഴിയുന്നു. അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കുറെ അധികം സംഭവ വികാസങ്ങൾ ഓരോ ആഴ്ചകളിലും നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് തുടങ്ങിയ ക്ലൈമറ്റ് ഈവന്റ്സുകൾ ഓരോ ആഴ്ചകളിലും നമുക്ക് കാണാൻ കഴിയുന്നു. എവിഡൻസ് ദാറ്റ് ആക്സലറേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഹിയർ നൗ. ആക്സലറേറ്റ് മീൻസ് ആഡഡ് ടു ദ സ്പീഡ് ഓഫ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ വേഗത കൂടുന്നതിനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. വി നോ ദാറ്റ് ഡ്രോട്ട്സ് ആർ ഇന്റൻസിഫൈയിങ്. നമുക്കറിയാം വരൾച്ച. ഡ്രോട്ട് മീൻസ് എ പീരിയഡ് ഓഫ് ലോ റെയിൻഫോൾ. ഇത് മഴ കുറയുന്നതിനാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്, അതായത് വരൾച്ച. വരൾച്ചയുടെ ശക്തി എന്ത് ചെയ്യുന്നു, ഇന്റൻസിഫൈയിങ്. അത് വളരെയധികം സിവിയർ ആകുന്നു, ശക്തമായി കൊണ്ടിരിക്കുന്നു. അവർ ഓഷ്യൻസ് ആർ വാർമിംഗ് ആൻഡ് അസിഡിഫൈയിങ്. നമ്മുടെ സമുദ്രങ്ങൾ അധികം ചൂട് പിടിക്കുന്നു. ആൻഡ് അസിഡിഫൈയിങ്, അതിന് അസിഡിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് അസിഡിഫൈയിങ് വിച്ച് മീൻസ് അമ്ലമാവുക, അത് അസിഡിറ്റി അതിൽ നിന്ന് ഉയർന്നു വരുന്നു. വിത്ത് മിഥെയിൻ പ്ലംസ്. മിഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺ, നാച്ചുറൽ ഗ്യാസ്. ഹൈഡ്രോ കാർബന്റെ മേഘങ്ങൾ, പ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാവൃതമായിട്ടുള്ള മേഘരൂപത്തിൽ എന്ത് ചെയ്യുന്നു, കടലിൽ നിന്നും ഉയർന്നു വരുന്നു. റൈസിംഗ് അപ്പ് ഫ്രം ബിനീത് ദ ഓഷ്യൻ ഫ്ലോർ. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും മീഥെയിന് അസിഡിഫൈ ആയിട്ട് എന്ത് ചെയ്യുന്നു, പൊങ്ങി വരുന്നു. വി ആർ സീയിങ് എക്സ്ട്രീം വെദർ ഈവന്റ്സ്. നമ്മൾ അങ്ങേയറ്റത്തുള്ള കാലാവസ്ഥാ സംഭവ വികാസങ്ങൾ കാണുന്നു. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ഭൂമിയിലുള്ള ചൂട് കൂടി വരുന്നു. ആൻഡ് ദ വെസ്റ്റ് അന്റാർട്ടിക് ആൻഡ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്സ് മെൽറ്റിംഗ് അറ്റ് അൺപ്രസിഡന്റഡ് റേറ്റ്സ്. മാത്രമല്ല ഇവിടെ ചൂട് കൂടുക എന്നുള്ളത് മാത്രമല്ല, ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് എന്താ, ദ വെസ്റ്റ് അന്റാർട്ടിക്കൽ ആൻഡ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ കോണ്ടിനെന്റ്. ആ കോണ്ടിനെന്റിൽ എന്ത് ചെയ്യുന്നു, കുറെ അധികം ഐസ് ബർഗ്സുകളൊക്കെയുള്ള, ഐസ് മലകളൊക്കെയുള്ള അന്റാർട്ടിക്കയുടെയും ഗ്രീൻലാൻഡിന്റെ ഒക്കെ ഐസ് ഷീറ്റ്, അവിടുത്തെ ഐസ് പാളികൾ എന്ത് ചെയ്യുന്നു, മെൽറ്റിംഗ് അറ്റ് അൺപ്രസിഡന്റഡ് റേറ്റ്സ്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത, നെവർ ഹാപ്പൻ ബിഫോർ, മുന്നെങ്ങും കാണാത്ത വിധത്തിലുള്ള
രീതിയിൽ അവിടുത്തെ ഐസുകളൊക്കെ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐസുകളൊക്കെ ഉരുകാൻ വേണ്ടി തുടങ്ങുന്നു. അതായത് ഐസ് വെള്ളമായി മാറുന്നു. അതായത് ഇങ്ങനെ ഐസ് വെള്ളമായി മാറുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ സീ ലെവല് റൈസ് ചെയ്യുകയാണ് ചെയ്യുക. അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡിലൊക്കെയുള്ള ഐസുകൾ വെള്ളമാകുമ്പോൾ അവിടുത്തെ ആ വെള്ളം സമുദ്രത്തിൽ പതിക്കുകയും സമുദ്രത്തിന്റെ ലെവല് കൂടുകയാണ് ചെയ്യുക. സമുദ്രത്തിന്റെ ലെവല് കൂടിയാൽ ലോകത്തുള്ള വലിയ സിറ്റീസ് ഒക്കെ സമുദ്രത്തിന്റെ കടലിന്റെ തീരത്താണ്. അപ്പോ മാത്രമല്ല കുറെ അധികം ദ്വീപ് രാഷ്ട്രങ്ങൾക്കൊക്കെ അവരുടെ കരയൊക്കെ കടലെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ വലിയ ചൂടും ഐസ് മെൽറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഡെക്കേഡ്സ് അഹെഡ് ഓഫ് സയന്റിഫിക് പ്രൊജക്ഷൻ, ശാസ്ത്രജ്ഞന്മാരുടെ പ്രവചനത്തിനെക്കാട്ടിലൊക്കെ പതിറ്റാണ്ടുകൾ മുന്നേ ഈ ഐസ് മെൽറ്റിങ്ങും ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതൊക്കെ സംഭവിക്കുന്നു. അത് സയന്റിഫിക് പ്രവചനത്തേക്ക് മറികടന്നുകൊണ്ടാണ്, അതിന്റെയൊക്കെ പതിറ്റാണ്ടുകൾ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നു എന്നാണ് അർത്ഥം. ഡെക്കേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 years, 10 വർഷത്തിനാണ് ഡെക്കേഡ്സ് എന്ന് പറയുക. നൺ ഓഫ് ദിസ് റെറ്റോറിക്, ഇതൊന്നും ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. റെറ്റോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് യൂസിങ് ലാംഗ്വേജ് ടു ഇംപ്രസ് പീപ്പിൾ, ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുക. ഇത് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല. ആൻഡ് നൺ ഓഫ് ദിസ് ഹിസ്റ്റീരിയ, ഹിസ്റ്റീരിയ മീൻസ് ബിഹേവിയർ ഓഫ് അൺകൺട്രോളബിൾ ഇമോഷൻസ്, അതായത് നമ്മളൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനവുമല്ല, ഒരു അമിതമായിട്ടുള്ള വൈകാരിക പ്രകടനത്തിൽ നിന്നും വരുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് എ ഫാക്ട്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു വൈകാരികമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരു ആലങ്കാരികമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് എ ഫാക്ട്, ഇത് ഒരു സത്യമാണ്. ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി നോസ് ഇറ്റ്, ഇവിടുത്തെ ശാസ്ത്രജ്ഞരുടെ കൂട്ടം, ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഇവിടുത്തെ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ദ ഇൻഡസ്ട്രി നോസ് ഇറ്റ്, ഇവിടുത്തെ വ്യവസായത്തിന് അറിയാം. ഇവിടുത്തെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യവസായത്തിന് ഇതറിയാം. ആൻഡ് ഗവൺമെന്റ്സ് നോ ഇറ്റ്, മാത്രവുമല്ല ഈ ലോകത്തുള്ള എല്ലാ ഭരണകൂടങ്ങൾക്കും അറിയാവുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സത്യമാണ്. ഇതൊരു ഹിസ്റ്റീരിയയോ ഒരു റെറ്റോറിക് ആയിട്ടുള്ള കാര്യമോ അല്ല എന്നുള്ളത്, ഒരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ ഒരു ആലങ്കാരികമായിട്ടുള്ള കാര്യമോ അല്ല. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ഏകമായിട്ടുള്ള ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഭൂമിയിൽ ആളുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന വിധത്തിൽ ഉള്ള ഒരു കാര്യമാണ്, ഏറ്റവും വലിയ ത്രെട്ടാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. മൈ ഫ്രണ്ട്സ്, ദിസ് ബോഡി, ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ഒരു സംഘടന എന്ന് പറയുന്നത് പെർഹാപ്സ് മോർ ദാൻ എനി അതർ ഗാദറിംഗ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി നൗ ഫേസസ് ദിസ് ഡിഫിക്കൽട്ട് ബട്ട് അച്ചീവ് ടാസ്ക്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഒരുമിച്ച് കൂടലാണിത്. നമ്മൾ ഫേസ് ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ബട്ട് അച്ചീവബിൾ ടാസ്ക്, പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അച്ചീവബിൾ ആണ്. ഇത് ഈ കാലാവസ്ഥാ വ്യതിയാനം മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. യു ക്യാൻ മേക്ക് ഹിസ്റ്ററി ഓർ യു വിൽ ബി വില്ലിഫൈഡ് ബൈ ഇറ്റ്. അതായത് അവിടുത്തെ ആളുകളോട് പറയാണ്, അതായത് ഓരോ ഗവൺമെന്റിന്റെയും ഹെഡ്സ് ആണ് അവിടെ ഉണ്ടാവുക. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനമായിട്ടുള്ള ആളുകളാണ് UNOയിൽ അവിടെ ആ ബോഡിയിൽ, ആ ഓർഗനൈസേഷനിൽ അന്ന് അദ്ദേഹം പ്രസംഗം നടത്തുമ്പോൾ ഓഡിയൻസ് ആയിട്ട് അവിടെ ഉള്ളത്. അപ്പൊ അവരോട് പറയാണ്, യു ക്യാൻ മേക്ക് ഹിസ്റ്ററി, നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാം. ഓർ യു വിൽ ബി വില്ലിഫൈഡ് ബൈ ഇറ്റ്. വില്ലിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലിറ്റിൽഡ്, നിങ്ങൾ ചെറുതായി പോവും. അവിടെ ഡൈ എന്നും വില്ലിഫൈഡിന് അർത്ഥമുണ്ട്. അതായത് നിങ്ങൾ ഇല്ലാതെയായി പോവും, നിങ്ങൾ ചെറുതായി പോവും. ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഇല്ലാതെയായി പോകും. ടു ബി ക്ലിയർ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദിസ് ഇസ് നോട്ട് അബൌട്ട് ജസ്റ്റ് ടെല്ലിംഗ് പീപ്പിൾ ടു ചേഞ്ച് ദെയർ ലൈറ്റ് ബൾബ്സ്. അതായത് ആളുകൾ ഉപയോഗിക്കുന്ന ബൾബ്സ് മാറ്റാൻ പറയുക എന്നുള്ളതല്ല. അന്തരീക്ഷത്തിൽ ചൂട് ഏൽക്കുന്ന ബൾബ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയല്ല. ഓർ ടു ബൈ എ ഹൈബ്രിഡ് കാർ, അതായത് കൂടുതൽ പൊല്യൂഷൻ ഇല്ലാത്ത ഇലക്ട്രിക് കാറുകൾ പോലെയുള്ളവ ഉപയോഗിക്കാൻ പറയുക വഴി മാത്രമല്ല. ദിസ് ഡിസാസ്റ്റർ ഹാസ് ഗ്രോൺ ബിയോണ്ട് ദ ചോയ്സസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മേക്ക്. വ്യക്തികൾ തീരുമാനമെടുക്കുന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ടുള്ള ഒരു ദുരന്തമായിട്ട് ഈ ഒരു ഡിസാസ്റ്റർ, ഈ കാലാവസ്ഥാ വ്യതിയാനം വളർന്നിട്ടുണ്ട്. അതായത് ഒരാൾ അവരുടെ ലൈറ്റ് ബൾബ്സ് മാറ്റിക്കൊണ്ടോ, കുറച്ച് വ്യക്തികൾ ഹൈബ്രിഡ് കാർ,
അതായത് ഈ ഇലക്ട്രിക്കൽ കാർസ് ഉപയോഗിച്ച് കൂടുതൽ അന്തരീക്ഷ മലിനീകരണമില്ലാത്ത കാറുകൾ മേടിച്ചത് കൊണ്ടോ ഈ ഒരു ഡിസാസ്റ്റർ, ഈ ഒരു ദുരിതം മാറാൻ പോകുന്നില്ല. ഇത് അതിനേക്കാട്ടിലും ഉപരിയായിട്ട്, വ്യക്തികളുടെ തീരുമാനത്തിന് എടുക്കുന്നതിനേക്കാട്ടിലും ഉപരിയായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. ദിസ് ഈസ് നൗ അബൌട്ട് അവർ ഇൻഡസ്ട്രീസ് ആൻഡ് അവർ ഗവൺമെന്റ് അറൌണ്ട് ദ വേൾഡ് ടേക്കിംഗ് ഡിസിസീവ് ആൻഡ് ലാർജ് സ്കെയിൽ ആക്ഷൻ. ഇവിടെ ദിസ് ഈസ് അബൌട്ട് അവർ ഇൻഡസ്ട്രീസ്, ഇവിടുത്തെ വ്യവസായവും, ആൻഡ് അവർ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങളും, അറൌണ്ട് ദ വേൾഡ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭരണകൂടങ്ങളൊക്കെ എന്ത് ചെയ്യണം? ടേക്കിംഗ് ഡിസിസീവ് ആൻഡ് ലാർജ് സ്കെയിൽ ആക്ഷൻ. ഡിസിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പായ, ലാർജ് സ്കെയിൽ ആക്ഷൻ, വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. വ്യക്തികൾ തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഈ വലിയൊരു ദുരിതത്തെ മറികടക്കാൻ കഴിയില്ല. പകരം ഇവിടുത്തെ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഗവൺമെന്റുകളും വളരെ ഡിസിസീവായിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ ആക്ഷൻ, വളരെ ഉറപ്പായിട്ടുള്ള, അന്തിമമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കുക വഴി മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച്, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുള്ളൂ. ഐ ആം നോട്ട് എ സയന്റിസ്റ്റ്. ഞാനൊരു ശാസ്ത്രജ്ഞനല്ല. ബട്ട് ഐ ഡോണ്ട് നീഡ് ടു ബി. ഞാൻ ഇതൊക്കെ പറയാൻ ഞാനൊരു ശാസ്ത്രജ്ഞനല്ല, പക്ഷെ എനിക്ക് ശാസ്ത്രജ്ഞനാവേണ്ട ആവശ്യവുമില്ല. ബിക്കോസ് ദ വേൾഡ് സയന്റിഫിക് കമ്മ്യൂണിറ്റി ഹാസ് സ്പോക്കൺ. കാരണം ലോകത്തിന്റെ ശാസ്ത്രജ്ഞരുടെ സമൂഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഗിവൺ അസ് അവർ പ്രൊഗ്നോസിസ്. ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റി, ശാസ്ത്ര സമൂഹം, അവർ നമുക്ക് അവരുടേതായിട്ടുള്ള പ്രൊഗ്നോസിസ് മീൻസ് എ വാർണിംഗ് ഓഫ് ദ ലൈക്ലി ഔട്ട്കം ഓഫ് എ സിറ്റുവേഷൻ. എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ഇനി വരാൻ പോകുന്നത്? അവർ പ്രൊഗ്നോസിസ് മീൻസ് പ്രഡിക്ഷൻ എന്ന് പറയാം. അതായത് എന്താണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് വി ഡു നോട്ട് ആക്ട് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വി വിൽ ഷോർലി പെരിഷ്. നമ്മൾ ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും, നമ്മൾ ഇവിടെ ഡിസ്ട്രോയിഡ് ആക്കപ്പെടും. ടു ബി ഡിസ്ട്രോയിഡ്, പെരിഷ് മീൻസ് ടു ബി ഡിസ്ട്രോയിഡ്. നമ്മൾ ഇവിടെ നിന്ന് ഉന്മൂലനാശം സംഭവിക്കേണ്ടി വരും. അതായത് നമ്മൾ തന്നെ ഇവിടെ ഇല്ലാതെയായി പോകും. നൗ ഈസ് അവർ മൊമെന്റ് ഫോർ ആക്ഷൻ. ഈ സമയമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ട സമയം എന്ന് പറയുന്നത്. ഇനിയും വൈകിക്കൂടാ. ഇപ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കേണ്ട ടൈം. വി നീഡ് ടു പുട്ട് എ പ്രൈസ് ടാഗ് ഓൺ കാർബൺ എമിഷൻ. കാർബൺ പുറന്തള്ളുന്നതിന് നമ്മളൊരു വില നൽകേണ്ടി വരുന്നു, നമ്മളൊരു വില കൽപ്പിക്കേണ്ടതുണ്ട്. ആൻഡ് എലിമിനേറ്റ് ഗവൺമെന്റ് സബ്സിഡീസ് ഫോർ കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനീസ്. ഓയിൽ കമ്പനീസിനും ഗ്യാസ് ആൻഡ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കരിക്കും ഗ്യാസിനും ഓയിൽ കമ്പനീസിനൊക്കെ നൽകുന്ന സബ്സിഡീസ് മീൻസ് ഫിനാൻഷ്യൽ എയ്ഡ്, സാമ്പത്തിക സഹായം എന്ത് ചെയ്യണം? നമ്മൾ ഇല്ലായ്മ ചെയ്യണം. അതായത് കാർബൺ പുറന്തള്ളുന്നതിന് നമ്മൾ ഒരു വില നൽകേണ്ടി വരും. അതായത് അതിന്റെ വില കൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. മാത്രവുമല്ല കൽക്കരിക്കും ഗ്യാസിനും ഓയിൽ കമ്പനീസിനൊക്കെ ഗവൺമെന്റ്സ് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കണം. We need to end the free ride that industrial polluters have been given in the name of a free market economy. ഒരു സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയുടെ പേരിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ട്സ്, വ്യാവസായികമായിട്ട് മലിനമാക്കപ്പെടുന്ന ആളുകൾക്ക് നൽകുന്ന സഹായം നമ്മൾ നിർത്തലാക്കണം. വ്യാവസായികമായിട്ട് ഇവിടെ പൊല്യൂഷൻസ്, മലിനീകരണം ഉണ്ടാക്കുന്നവർക്കുള്ള ഫ്രീ ആയിട്ടുള്ള സഹായങ്ങൾ നമ്മൾ നിർത്തലാക്കണം. They don't deserve our tax dollars. അവർ ഒരിക്കലും നമ്മളുടെ ടാക്സ്, നികുതി പണം അർഹിക്കുന്നില്ല. ഇവിടെ ഓരോ രാജ്യത്തിന്റെയും ജനങ്ങൾ നികുതിയായിട്ട് അടക്കുന്ന പണം സബ്സിഡി ആയിട്ട് ഇങ്ങനെയുള്ള പൊള്യൂട്ടേഴ്സിന്, ഇങ്ങനെയുള്ള മലിനീകരണം നടത്തുന്ന വ്യവസായികൾക്ക് നൽകുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നിർത്തലാക്കണം. ദേ ഡിസേർവ് അവർ സ്ക്രൂട്ടനി. മാത്രവുമല്ല നമ്മളുടെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിനും പരിശോധനക്കും അവർ വിധേയമാക്കപ്പെടണം. സ്ക്രൂട്ടനി മീൻസ് സസൂക്ഷ്മമായിട്ടുള്ള പരിശോധന അല്ലെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണം. ഫോർ ദ എക്കോണമി ഇറ്റ് സെൽഫ് വിൽ ഡൈ. നമ്മുടെ സാമ്പത്തിക രംഗം തന്നെ എന്ത് ചെയ്യും? മരണപ്പെട്ടു പോവും, ഇല്ലാതെയായി പോവും. ഇഫ് അവർ എക്കോസിസ്റ്റം കൊളാപ്സ്. നമ്മുടെ ആവാസ വ്യവസ്ഥ തകർക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ എക്കോണമി തന്നെ തകർന്നു പോകും. എക്കോണമിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായങ്ങളൊക്കെ നൽകുകയും ഈ എക്കോണമിക്ക്, ഇൻഡസ്ട്രിയിലൊക്കെ പൊള്യൂഷൻസ് പ്രകൃതിയിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ എക്കോസിസ്റ്റം തന്നെ എന്ത് ചെയ്യും? കൊളാപ്സ് ആയി പോകും. അപ്പോൾ എക്കോസിസ്റ്റം കൊളാപ്സ് ആയി കഴിഞ്ഞാൽ
ഇവിടുത്തെ ആവാസ വ്യവസ്ഥകളും ഇവിടുത്തെ ജീവിത മാർഗങ്ങളൊക്കെ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്കോണമി തന്നെ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കപ്പെടും. ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് റിന്യൂവബിൾ എനർജി ഈസ് നോട്ട് ഓൺലി അച്ചീവബിൾ ബട്ട് ഗുഡ് ഇക്കണോമിക്കൽ പോളിസി. ഏറ്റവും ഒരു നല്ല വാർത്ത എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി മീൻസ് ക്ലീൻ എനർജി ഫ്രം നേച്ചർ ലൈക്ക് സൺലൈറ്റ്, വിൻഡ്, വേവ് എക്സെട്ര. അതായത് പ്രകൃതിയിൽ നിന്നും വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പൊല്യൂഷനും ഇല്ലാത്ത എനർജി, അതായത് വിൻഡിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും തിരമാലകളിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രകൃതിദത്തമായിട്ടുള്ള എനർജി ഈസ് നോട്ട് ഓൺലി അച്ചീവബിൾ ബട്ട് എ ഗുഡ് എക്കണോമിക് പോളിസി. അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക മാത്രമല്ല, ഇതൊരു നല്ല സാമ്പത്തികപരമായിട്ടുള്ള സമ്പ്രദായം കൂടിയാണ്. ദിസ് ഇസ് നോട്ട് എ പാർട്ടീഷൻ ഡിബേറ്റ്. പാർട്ടീഷൻ മീൻസ് സപ്പോർട്ടിങ് എ പാർട്ടി, അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിബേറ്റ് അല്ല. പാർട്ടീഷൻ മീൻസ് ഒരു ഗ്രൂപ്പിനെയോ ഒരു പാർട്ടീനെ മാത്രമോ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവാദമല്ല. ഇറ്റ് ഈസ് എ ഹ്യൂമൻ വൺ. ഇതൊരു മാനുഷികമായിട്ടുള്ള കാര്യമാണ്. ക്ലീൻ എയർ ആൻഡ് വാട്ടർ ആൻഡ് എ ലിവബിൾ ക്ലൈമറ്റ് ആർ ഇനാലിയബിൾ ഹ്യൂമൻ റൈറ്റ്സ്. ശുദ്ധമായിട്ടുള്ള വായുവും ശുദ്ധമായിട്ടുള്ള വെള്ളവും ആൻഡ് എ ലിവബിൾ ക്ലൈമറ്റ്, ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇനാലിയബിൾ ഹ്യൂമൻ റൈറ്റ്സ്. ഇനാലിയബിൾ മീൻസ് അൺഏബിൾ ടു ബി റിമൂവ്ഡ്. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത മനുഷ്യാവകാശങ്ങളിൽ പെട്ടതാണ്. അതായത് ഒരു മനുഷ്യാവകാശത്തിൽ പെട്ടതാണ് നമുക്ക് ഒരാൾക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വായു കിട്ടുക, ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുക, ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മനുഷ്യ അവകാശങ്ങളിൽ പെടുന്നതാണ്. ആൻഡ് സോൾവിംഗ് ദിസ് ക്രൈസിസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പൊളിറ്റിക്സ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പൊളിറ്റിക്സ്. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യമല്ല. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് അവർ സർവൈവൽ. ഇത് നമ്മുടെ അതിജീവനത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ഇവിടെ നമ്മുടെ ജീവനെ തന്നെ വെല്ലുവിളിയാകുന്ന വിധത്തിലുള്ള, നമ്മൾ ഇവിടെ അതിജീവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നമായിട്ട് നിലകൊള്ളുന്നത്. വി ഓൺലി ഗെറ്റ് വൺ പ്ലാനറ്റ്. നമുക്ക് ഇവിടെ ജീവിക്കാൻ ആകെ ഒരു ഗ്രഹമേ ഉള്ളൂ. മനുഷ്യർക്ക് ജീവിക്കാൻ ആകെയുള്ളത് ഭൂമി മാത്രമാണുള്ളത്. ഹ്യൂമൻ കൈൻഡ് മസ്റ്റ് ബിക്കം അക്കൗണ്ടബിൾ. മനുഷ്യവർഗം തന്നെയാണ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദി. ഓൺ എ മാസീവ് സ്കെയിൽ ഫോർ വാൻഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് അവർ കളക്റ്റീവ് ഹോം. നമ്മളുടെ എല്ലാവരുടെയും വീടായിട്ടുള്ള കളക്റ്റീവ് ഹോം, അതായത് ഇവിടെയുള്ള മനുഷ്യരുടെ മുഴുവനും വീടായിട്ടുള്ള ഭൂമിയുടെ വാൻഡൻ ഡിസ്ട്രക്ഷൻ. വാൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കമല്ലാത്ത വളരെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്കുള്ള കാരണം ഉത്തരവാദി എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ്. പ്രൊട്ടക്ടിങ് അവർ ഫ്യൂച്ചർ ഓൺ ദിസ് പ്ലാനറ്റ്. ഈ ഒരു ഗ്രഹത്തിൽ, ഈ ഭൂമിയിൽ നമ്മളുടെ ഭാവിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺഷ്യസ് എവല്യൂഷൻ ഓഫ് അവർ സ്പീഷ്യസ്. അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓൺ ദ കോൺഷ്യസ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ള വികാസം, പരിണാമം ഓഫ് അവർ സ്പീഷ്യസ്. നമ്മുടെ ജീവവർഗങ്ങളുടെ ബോധപൂർവമായിട്ടുള്ള എവല്യൂഷനോടുകൂടെ, അതായത് വികാസത്തോടുകൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ തികച്ചും വ്യക്തമായിട്ടുള്ള ഒരു പരിണാമത്തിലൂടെ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ മനുഷ്യരുടെ ഫ്യൂച്ചറിനെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ദിസ് ഈസ് ദ മോസ്റ്റ് ഏർജന്റ് ടൈംസ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആൻഡ് ദ മോസ്റ്റ് ഏർജന്റ് ഓഫ് മെസ്സേജസ്. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവുമാണ്. അതായത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇതിനെതിരെ പ്രവർത്തിക്കാൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും എന്ന് പറയുന്നത്. ഓണേർഡ് ഡെലഗേറ്റ്സ്. ബഹുമാന്യരായിട്ടുള്ള പ്രതിനിധികളെ, ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെ. ഐ പ്രിറ്റൻഡ് ഫോർ എ ലിവിങ്. ഞാൻ അഭിനയിക്കുന്നത് എന്റെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഡെലിഗേറ്റ്സിനൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ അഭിനയിക്കുന്നത് എന്റെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ ലിവിങ്ങിന് വേണ്ടിയിട്ടാണ്. ബട്ട് യു ഡു നോട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ദ പീപ്പിൾ മെയ്ഡ് ദെയർ വോയിസസ് ഹിയർഡ് ഓൺ സൺഡേ അറൌണ്ട് ദ വേൾഡ്. ആളുകൾ
ഞായറാഴ്ച അവരുടെ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേൾപ്പിച്ചു. അതായത് അവർ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച ആളുകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അവർ അവരുടെ ശബ്ദം കേൾപ്പിച്ചു. ആൻഡ് ദ മൊമെന്റം വിൽ നോട്ട് സ്റ്റോപ്പ്. ഈ ഒരു ഗതി, ഈ ഒരു നൈമിഷികമായിട്ടുള്ള ഈ ഒരു ഗതി എന്ത് ചെയ്യാൻ പാടില്ല? വിൽ നോട്ട് സ്റ്റോപ്പ്. അത് നിർന്നു പോവാൻ പറ്റത്തില്ല. ആൻഡ് നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. ഇനി നിങ്ങളുടെ സമയമാണ്. ദ ടൈം ടു ആൻസർ ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ചസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഇൻ ദിസ് പ്ലാനറ്റ്. ഈ പ്ലാനറ്റിൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ വളരെ വലിയ വെല്ലുവിളി ഉയർത്തുന്നതിന് മറുപടി നൽകേണ്ട സമയം ഈസ് നൗ. അത് ഇപ്പോഴാണ്. അവസാനം ലിയനാർഡോ ഡികാപ്രിയോ അവിടുത്തെ ഓഡിയൻസിനോട്, അവിടുത്തെ ലീഡേഴ്സിനോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഓരോ രാജ്യങ്ങളുടെയും റെപ്രസെന്റേറ്റീവ് ആണ്. ജനങ്ങൾ അവരുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. ഇനി ആ മൊമെന്റം നഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പ്ലാനറ്റിന് തന്നെ വെല്ലുവിളിയാകുന്ന ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ അതിനുള്ള മറുപടി നൽകേണ്ട സമയം ഇപ്പോഴാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. വി ബെഗ് ഓഫ് യു ടു ഫേസ് ഇറ്റ് വിത്ത് കറേജ് ആൻഡ് ഹോണസ്റ്റി. ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. ടു ഫേസ് ഇറ്റ്, ഇതിനെ അഭിമുഖീകരിക്കാൻ. വിത്ത് കറേജ് ആൻഡ് ഹോണസ്റ്റി, ധൈര്യത്തോടും സത്യസന്ധതയോടും കൂടിയിട്ട് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ യാചിക്കുകയാണ്. താങ്ക് യു. അങ്ങനെ അദ്ദേഹം അവിടുത്തെ സ്പീച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു യഥാർത്ഥ സ്പീച്ച് പോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷനും ഒരു കണ്ടന്റും കൺക്ലൂഷനും ഒക്കെ അടങ്ങിയ സാധാരണ ഒരു സ്പീച്ചിന്റെ മെത്തേഡ് തന്നെയാണ്. ഇതിലൂടെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UNOയിൽ ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഉച്ചകോടിയിൽ, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയിൽ ലിയനാർഡോ ഡികാപ്രിയോ അദ്ദേഹത്തിന്റെ ചിന്തകൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിനെ കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടോടുകൂടെ ലോകത്തിന്റെ പല രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വഴി നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. അതിനെതിരെ പ്രവർത്തിക്കേണ്ട സമയം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്.